നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഈ സംഘർഷഭരിതമായ ഇടങ്ങളിലെല്ലാം തന്നെ ജനജീവിതം സാധാരണ നിലയിലേക്ക് വരുന്നു. വലിയ സുരക്ഷയും ജാഗ്രതയോടും കൂടി തന്നെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ഇതുവരെ ഒരു അനിഷ്ട സംഭവങ്ങളും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ജമ്മുകശ്മീരിൻ്റെ വിവിധ മേഖലകളിലും അതുപോലെ തന്നെ അതിർത്തി സംസ്ഥാനങ്ങളിലും ഒന്നും തന്നെ ആ രീതിയിൽ സമാധാനപരമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റൊരു കാര്യം ഗോപിക സൂചിപ്പിച്ച പോലെ തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള നിർണായക യോഗങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ 3 സേനാ മേധാവിമാരും അതുപോലെ തന്നെ സംയുക്ത സൈനിക മേധാവി അടക്കമുള്ളവരെല്ലാം തന്നെ കൂടിയാലോചനകളും അതുപോലെ തന്നെ യോഗവും ചേരുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുണ്ട്, അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു യോഗവും കൂടിയാലോചനകളും ഒക്കെ ഡൽഹി കേന്ദ്രീകരിച്ചുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതുവരെ ഉണ്ടായ സംഭവ വികാസങ്ങളും അതുപോലെ തന്നെ നിലവിലെ സാഹചര്യങ്ങളും ഇനി അങ്ങോട്ടുള്ള സ്ഥിതിഗതികളും നീക്കങ്ങളും ഒക്കെ പ്രധാനമന്ത്രിയെ കണ്ട് ഇവർ ധരിപ്പിക്കും. പ്രതിരോധ മന്ത്രാലയം ഒരു വാർത്താ സമ്മേളനം 11 മണിക്ക് പറഞ്ഞിരുന്നു, പക്ഷേ അത് മാറ്റിവെച്ചു. കാരണം നിലവിൽ ഇതുവരെ ഒരു അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ വിശദമായി ആലോചിച്ച് പരിശോധിച്ച് വ്യക്തമായ ശേഷമായിരിക്കും ഇനി രാജ്യം ഒരു നിലപാട് സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളുടെ വിശദാംശങ്ങളും വിവരങ്ങളുമൊക്കെ പങ്കുവയ്ക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ഒരു സ്ഥിരീകരണം വരുന്നുണ്ട്. ഇന്ത്യ റഫേൽ യുദ്ധവിമാനം, ഈ പാക് പ്രകോപനമുണ്ടായപ്പോൾ ഇന്ത്യ റഫേൽ യുദ്ധവിമാനം ഉപയോഗിച്ചു എന്നുള്ളത്. ഇതിലടക്കം ഒരു വിശദീകരണം ഉണ്ടാകും. ഇന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റഫാലുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ പരിപാടിയിൽ അദ്ദേഹം ഇതിനും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഘർഷത്തിലൊക്കെ ഉള്ള ഒരു വിശദീകരണം നൽകാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാന്റെ വ്യോമതാവളം, UAE-യുമായി സഹകരിച്ചിട്ടുള്ളൊരു വ്യോമതാവളം ഇന്ത്യയുടെ കൗണ്ടർ അറ്റാക്കിൽ തകർന്നിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. ഇത് പാകിസ്ഥാൻ മാധ്യമമായ ഡോണാണ് സ്ഥിരീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു വെടിനിർത്തൽ കരാറിന് തയ്യാറായത്, അതടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ, അതായത് ഇന്ത്യ ഒരു ഭീകരതയ്ക്കെതിരെ ഒരു സന്ദേശം നൽകാൻ തീരുമാനിച്ചിരുന്നു. പാകിസ്ഥാന് അതിൽ ഒരു തിരിച്ചടി നൽകണം. അതുപോലെ തന്നെ ആഗോളതലത്തിൽ എന്ത് സന്ദേശം വയ്ക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ത്യ ആഗ്രഹിച്ച പോലെ നടന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലേക്കൊരു വെടിനിർത്തലിലേക്ക് പോയത് അടക്കമുള്ള കാര്യങ്ങൾ. ഇത് സംബന്ധിച്ചൊക്കെ വിവരങ്ങൾ പല മന്ത്രാലയങ്ങളിൽ നിന്നും വകുപ്പുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ ഒരു സ്ഥിരീകരണം വരണം. അതൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും യോഗങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ നിർണായകമായി ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്.